മുഗൾ രാജവംശവുമായി ബന്ധപ്പെട്ട പേരുകൾ മാറ്റണം എന്നുള്ളത് ബി.ജെ.പിയുടെ എക്കാലത്തെയും ഒരു ആവശ്യം തന്നെയാണ്. അത് പല സാഹചര്യങ്ങളും നടപ്പിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ അത് സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെയാണ് സ്ഥല പേരുകൾ മാറ്റിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ സ്വന്തം നിലയ്ക്ക് പേര് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കേന്ദ്രമന്ത്രി കൃഷൻപാൽ ഗുർജാറിൻ്റെ വീടിന് മുന്നിലാണുള്ളത്. ഇവിടെ തുഗ്ലക് മാർഗിലെ 8-ാം നമ്പർ വീടാണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായി അനുവദിച്ചിരുന്നത്. അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ സ്വാമി വിവേകാനന്ദ മാർഗ് എന്നാണ് ഇപ്പോൾ ഈ തുഗ്ലക് ലൈനിൻ്റെ പേര് അദ്ദേഹം മാറ്റി എഴുതിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ബോർഡ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിലൊരു പേര് മാറ്റം നടത്തുന്നത് ഇത്തരത്തിൽ ആദ്യമായിരിക്കും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും. എന്തായാലും ഇത് മാത്രവുമല്ല, ബി.ജെ.പിയുടെ മറ്റൊരു എം പി, അതായത് ദിനേശ് ശർമ്മ എന്ന മറ്റൊരു എം പിയും സമാനമായ രീതിയിൽ പേരുമാറ്റം നടത്തിയിട്ടുണ്ട്. ഈ വസതിയോട് ചേർന്ന് ഉള്ള വസതിയാണ് ദിനേശ് ശർമ്മയ്ക്കുള്ളത്. അതിൻ്റെ പേരും സ്വാമി വിവേകാനന്ദ മാർഗ് എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പേര് മാറ്റുന്നത് ബി.ജെ.പിയുടെ നേതാക്കൾ തുടരുകയാണ്. നേരത്തെ സർക്കാർ തന്നെ വിജ്ഞാപനമായി ഇറക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ബി.ജെ.പി നേതാക്കൾ പേര് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു തുഗ്ലക് ലൈൻ എന്നുമായി ബന്ധപ്പെട്ടതിൻ്റെ പേര് അത് ഗുരു ഗോവിന്ദ് സിംഗ് മാർഗ് എന്നാക്കണമെന്ന ആവശ്യം ബി.ജെ.പി നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ദില്ലി നിയമസഭയിലടക്കം ഈ നജാഫ് ഘട്ട് എന്ന് പറയുന്ന സ്ഥലം അത് നഹാർ ഘട്ട് എന്നാക്കണമെന്നുള്ള ആവശ്യം ബി.ജെ.പിയുടെ എം.എൽ.എമാർ സഭയിൽ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ മുസ്തഫാബാദ് ശിവപുരി ആക്കണമെന്നുള്ള ആവശ്യമൊക്കെ ബി.ജെ.പി ഉന്നയിച്ചിരുന്നു. അങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് ഈ മുഗൾ രാജവംശവുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ അത് മാറ്റണമെന്നുള്ള ബി.ജെ.പിയുടെ ആവശ്യം. അതിപ്പോൾ നടപ്പിലാക്കുകയാണ് കേന്ദ്രമന്ത്രി നേരിട്ട് തന്നെ എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഒരു ലൈൻ, ഈ ഒരു തുഗ്ലക് ലൈൻ അതിൻ്റെ പേര് മാറ്റിയതായി ഏതായാലും സർക്കാരും അറിയിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പോലും കേന്ദ്രമന്ത്രി അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ സ്വാമി വിവേകാനന്ദ മാർഗ് എന്നാക്കിയിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം അത് കനക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ജോയിസ് ഡാനിയൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.